എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നത് അല്ലേ? ഇതാണ് ഇന്നത്തെ എന്റെ പരീക്ഷണം. കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഭാഗം വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങളെ ആരെയും പേടിപ്പിക്കേണ്ട എന്ന് കരുതി. സോ നമുക്ക് ഡോ മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. സോ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ബെറ്റി ക്രോക്കറിന്റെ മിൽക്ക് ചോക്ലേറ്റ് കേക്ക് മിക്സ് ആണ്. ഞാൻ അതിന്റെ ഒരു 1/3 പോർഷൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു എഗ്ഗും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണയ്ക്ക് പകരം ബട്ടറും വെള്ളത്തിന് പകരം പാലും ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നതായിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സോ നമ്മുടെ ഡവ് ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. എന്ത് സാധനം വാങ്ങിച്ചാലും ബില്ല് ചുരുട്ടിക്കളയുന്നത് ഒരു ശീലമായതുകൊണ്ട് തന്നെ റിട്ടേൺ പോലും ചെയ്യാൻ പറ്റാതായി പോയ ഒരു കപ്പ് കേക്ക് ട്രേ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനുള്ളിൽ കപ്പ് കേക്കോ മഫിനോ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്ന ഞാനാണ് ഇന്ന് ഈ പ്ലേറ്റിനുള്ളിൽ കവർ കേക്ക് ഉണ്ടാക്കുന്നത്. ഒരിത്തിരി കുഞ്ഞൻ ട്രേ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാമായിരുന്നു. പ്ലേറ്റില് കപ്പ് കേക്ക് പേപ്പർ ഫ്ലവർ പോലെ അടിക്കിയതിനു ശേഷം അതിനുള്ളിലേക്ക് ഡൗ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ തന്നെ ഒരു പൂവിന്റെ ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫോസ്റ്റർ ക്ലാക്സിന്റെ വിപ്ഡ് ടോപ്പിംഗ് മിക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സാഷേറ്റ് ബൗളിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം ഒരു 1/3 ഓഫ് മിൽക്ക് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടയായി പോയാൽ കുറച്ച് പാലൊഴിച്ച് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ഫ്ലവർ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സൂര്യകാന്തി പൂവിന്റെ ഷേപ്പിൽ നമ്മുടെ കേക്ക് അങ്ങനെ ബേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. മുൻപ് ഒരു ബർത്ത്ഡേ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത സമയത്ത് എന്റെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഒരു കോണിന്റെ പേപ്പർ പൊട്ടിപ്പോകുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ആർക്കും എന്നെ തോപ്പിക്കാനാവില്ല. ക്ലീൻ ആക്കി ഒരു പ്ലാസ്റ്റിക് പേപ്പർ വെച്ച് ഞാൻ അതങ്ങ് സെറ്റ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഫ്ലവർ കേക്കിന്റെ ലുക്ക് എന്ന് പറയുന്നത്. ലുക്ക് മാത്രമല്ല ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോ എല്ലാവരുടെ വീട്ടിലും കപ്പ് കേക്ക് ഉണ്ടാക്കാനും മഫിൻ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ട്രേ ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസം ഈ ഒരു ഫ്ലവർ കേക്ക് ഉണ്ടാക്കി നോക്കണം. സംഭവം അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്